ഹലോ എവരിവൺ, എഡ്യൂക്കേറ്റ് വേൾഡ് എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗസ് ബിൽഡിംഗ് വിസ റിജക്ഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൽ മേജറായിട്ടുള്ള എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റുഡൻസ് ജർമ്മൻ ലാംഗ്വേജ് എക്സാം പാസ്സാവാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കുറേ പേര് ഗോയിറ്റ് എഴുതുന്നു, കുറേ പേര് ടെൽക്ക് എഴുതുന്നു, കുറേ പേര് വോയിസ്റ്റ് എഴുതുന്നു. അപ്പോൾ ഈ സ്റ്റുഡൻസ് കുറച്ച് സബ്ജക്റ്റ് പാസ്സാവും, കുറച്ച് സബ്ജക്റ്റ് കുറച്ച് സമയം എടുത്തിട്ടാണ് പാസ്സാവുന്നത്. അപ്പോൾ അങ്ങനെ മിക്ക സ്റ്റുഡൻസും ഈ പറഞ്ഞ മാതിരി ഗോയിറ്റ B2 സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ചില മൊഡ്യൂൾസ് പാസ്സായിട്ട് 1 വർഷത്തിന് മേലെ ആയിട്ടുണ്ടാവും. പക്ഷെ ഫൈനലി അവർ ഈ പറഞ്ഞ മാതിരി ജർമ്മൻ ലാംഗ്വേജ് എല്ലാ സബ്ജക്റ്റും പാസ്സായി. അതിനുശേഷമാണ് ഇവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണത്. പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ശരിക്കും ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് നോക്കുമ്പോൾ വാലിഡിറ്റി 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇഫ് എംപ്ലോയർ ഈ കുട്ടിയുടെ ലാംഗ്വേജ് ഓക്കെ ആണെങ്കിൽ അവർ സെലക്ട് ചെയ്യും, കോൺട്രാക്ട് ഇഷ്യൂ ചെയ്യും. പക്ഷേ ഈ ഡോക്യുമെന്റ്സ് കോൺട്രാക്റ്റും എല്ലാം കൂടി വെച്ച് നമ്മൾ എംബസിയിൽ വിസ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഇപ്പോൾ വിസ റിജക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ പല ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് 1 ഇയർ ആണ് വാലിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും എക്സാം എഴുതേണ്ടി വരും. പല പാനിക്കായിട്ടുള്ള ഇങ്ങനത്തെ പല ഇൻഫർമേഷൻസും പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ റിജക്ഷൻ ഒഴിവാക്കാം? മാക്സിമം നമ്മൾ ഫസ്റ്റ് ടൈം ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോൾ വിസ റിജക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് പ്രോപ്പറായിട്ട് 100% വിസ സക്സസ് റേറ്റോട് കൂടിയിട്ട് വിസ അപ്ലൈ ചെയ്ത് നമുക്ക് എടുക്കാം. ആ ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്, ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൺസ് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഈ പറഞ്ഞ മാതിരി വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ വാലിഡിറ്റി കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉള്ള സ്റ്റുഡൻ്റ് ആണ് നമ്മളെങ്കിൽ നമ്മൾ നമ്മുടെ എംപ്ലോയറിനോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുക, എൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി 1 വർഷത്തിന് മേലെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ലാംഗ്വേജ് സഫീഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ ലെറ്റർ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് മേടിക്കാം. ഈ ലെറ്റർ വെച്ചിട്ട് എംബസിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് വിസ കിട്ടാനുള്ള സാധ്യത കുറച്ച് കൂടുതലായിരിക്കും. വൺസ് ഒരു റിജക്ഷൻ വന്ന ശേഷം രണ്ടാമത് അപ്പീൽ ചെയ്യാൻ ജർമ്മൻ എംബസി ഓപ്ഷൻസ് തരുന്നില്ല. രണ്ടാമത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ എംബസിയുടെ പ്രോസസ്സിംഗ് ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഏകദേശം ഒരു 10,000 രൂപയെങ്കിലും ചുരുങ്ങിയത് നമുക്ക് എംബസി ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും. അതേപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടാനുള്ള സ്ട്രഗ്ലിങ്, അതിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന സ്റ്റുഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് മാക്സിമം ഈ ഒരു സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസിന് വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളും ഈ ഒരു ട്രിക്സ് യൂസ് ചെയ്ത് നോക്കാം. താങ്ക് യു.